ഇന്നാണ് നമ്മുടെ കോളേജിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇന്ന് ന്യൂ ഇയർ ഡേ ആണ്. അപ്പം നമ്മുടെ കോളേജിൽ ഇന്നാണ് ന്യൂ ഇയർ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആക്ച്വലി നമുക്ക് ഫ്രണ്ട് ഒന്നും അറിയില്ല. അപ്പം അവിടെ പോയിട്ട് ലോട്ട് ഇട്ടിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് എടുക്കല്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരു റേഞ്ച് ഉണ്ട്. 100 to 150 ആണ് നമ്മളെ റേഞ്ച്. അതിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. എന്നെ ആർക്ക് ഫ്രണ്ടായിട്ട് കിട്ടുന്നോ എനിക്ക് ആര് ഫ്രണ്ടായിട്ട് കിട്ടുന്നോ യാതൊരു ഐഡിയയും ഇല്ല. നമുക്ക് പോയിട്ട് നോക്കാം ആരായിരിക്കും കിട്ടലെന്ന്. കഴിഞ്ഞാൽ എനിക്ക് ഫ്ലവേഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനും കൊടുത്തത് ഫ്ലവേഴ്സായിരുന്നു. ബട്ട് ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് ചെറുതായിരുന്നു മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വേഗം ഗിഫ്റ്റ് കൈമാറാനും ഗിഫ്റ്റ് കൊടുക്കാനും നമ്മളെല്ലാവരും വേണ്ടി പോവുകയാണ് മുകളിൽ ഓഡിറ്റോറിയത്തിൽ. നമുക്ക് പോയി നോക്കാം എന്തായിരിക്കും. അപ്പം ഗൈസ് നമുക്ക് ഗിഫ്റ്റിൽ ഒന്ന് എൻ്റെ ഗിഫ്റ്റിൽ ബാക്കി ഒന്ന് അമ്മേൻ്റെയാണ് ഒന്ന് അനുവിൻ്റെയാണ്. നമുക്കിത് കൊണ്ട് കൊടുക്കാം. ആർക്കാണ് കിട്ടുന്നത് വെച്ചാൽ അവർക്ക് കൊടുക്കാം. ഇനി കണ്ണീരൊന്നും വേണ്ട, മരം കൊള്ളും വേണ്ട, അരികത്തായും കാണാനില്ലേ വിങ്ങും നെഞ്ചെടുത്തിൽ നിറയാ താളമില്ല, മതിയാരാഗമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ. ആ കുഞ്ഞുമുട്ടേ മകനം കാത്തിരിപ്പൂ. ആദ്യം നമ്മുടെ സ്നേഹക്കാണ് ഗിഫ്റ്റ് കിട്ടിയത്. നമ്മളെ ഇതെന്തും സ്നേഹ ഇത് കപ്പ് ഇന്നല്ല എന്നെ നോക്ക് അനു നോക്ക്. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ആരും വേണ്ട. എനിക്ക് ചോക്ലേറ്റ് ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട. വേറെ എന്തെങ്കിലും മതി. എനിക്ക് യൂസ്ഫുൾ ആയില്ല വേറെ എന്തെങ്കിലും. എനിക്ക് അനുവിനും വേണ്ട, ആരും വേണ്ട. ഞങ്ങൾക്ക് ചോക്ലേറ്റ് മതി. അശ്വതി മിഥിലേഷൻ എന്നെ കിട്ടിയത്. ഞങ്ങൾക്ക് ചോക്ലേറ്റ് വേണ്ട. എനക്കും അമ്മയ്ക്കും അതിനൊരു നമ്മൾ മൂന്നാൾ ഒരേ ഗിഫ്റ്റാന്ന്, ഒരേ സാധനമാണ്. മൂന്ന് ഒരേ സാധനം. ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് പോയിട്ട് വാങ്ങിച്ച സാധനമാണ്. നമ്മൾ മൂന്നാൾക്ക് പരസ്പരം കിട്ടണ്ട, മൂന്നാൾക്ക് വേണ്ട. മിക്കവാറും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഇവിടെ നല്ല കോമഡി എന്താണ് സിറ്റുവേഷൻ കോമഡി സിറ്റുവേഷൻ നടന്നു. എല്ലാവർക്കും ന്യൂ ഇയർ ആയതുകൊണ്ട് ചിരിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഞാൻ വന്നത്. ഞാനും ജസീലും ഇന്നലെ ഒരേ ഷോപ്പിൽ കയറിയിട്ട് സെയിം സാധനമാണ് ഇന്നലെ വാങ്ങിച്ചത്. അപ്പം അവിടെ എത്തിയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ജസീലാണ്. അപ്പം ഞാൻ ജസീല കൊണ്ടുവരുന്നതും സെയിം സാധനം, എൻ്റെയിലും സെയിം സാധനം. അങ്ങനെ ജസീലൊക്കെ കൊടുത്തതും ജസീല പോയി ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ജസീല ഒരു ഗിഫ്റ്റ് കിട്ടി. എന്നിട്ട് ഞാൻ ജസീലേൻ്റെ കയ്യിലുള്ള സാധനം അതും വാങ്ങിച്ചിട്ട് വന്നു. ജസീല കൊടുക്കാൻ അതും വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ എൻ്റെ ഗിഫ്റ്റ് എടുത്തിട്ട് ഞാൻ വന്നു. അങ്ങനെ 2 ഗിഫ്റ്റ് എടുത്തിട്ട് ഞാൻ വന്നു. അങ്ങനെ കുറച്ച് കോമഡി. അവസാനം ജസീല അവിടെ നോക്കുമ്പോൾ ജസീലേൻ്റെ ഒരു ഗിഫ്റ്റും ഇല്ല. ജസീല ഇല്ലത് കൊടുക്കുകയും ചെയ്തു. ജസീലേൻ്റെ ഗിഫ്റ്റും ഇല്ല. എനിക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല.
കൊടുത്ത സെയിം സാധനമാണ് ജസീലും വാങ്ങിച്ചത്. ഞാൻ സെയിം സാധനം ആയതുകൊണ്ട് അതിൻ്റെ ജസീലൊക്കെ തിരിച്ച് കിട്ടുകയും ചെയ്തു. ഒരു ലാഭവും ഇല്ല, ഒരു നഷ്ടവും ഇല്ല. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഗൈസ്, വെറും പാവങ്ങൾ 2 പേർ ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. കണ്ട ഇവർക്ക് കട്ട വെയിറ്റിംഗ് ഫോർ ഗിഫ്റ്റ്. വൈഷ്ണവിക്കും ആ ഗിഫ്റ്റിന് പാക്കറ്റ് അടിച്ച കണ്ട നമ്മളെല്ലാം ഒരേ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. വൈഷ്ണവിക്കും ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ട് ഗിഫ്റ്റ് ഇന്ന് കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം വെയിറ്റ് ചെയ്ത് പാവങ്ങൾ. ഇതൊരു പാവമാണ്. ഇതിന് ഇവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫൈനലി അനു പോയി. അമയ ബാക്കി. അമയും വൈഷ്ണവിയുടെ ബാക്കി. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. അമയ്ക്ക് മാത്രമേ നമ്മളിൽ ഗിഫ്റ്റ് കിട്ടാൻ ബാക്കി. അമ്മയുടെ പേര് എഴുതിയിട്ടില്ല. ഇല്ല, ഞാൻ ടൈപ്പ് ചെയ്തതിന് അമ്മയുടെ പേരില്ലേ ഉണ്ടാവും. നിന്റെ പേര് എഴുതിയിട്ടാന്ന് തോന്നുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ നിന്റെ പേര് വിട്ടുപോയിടോട്ടെ. ഞാൻ പറയുന്നു ലാവണ്യ മിസ്സിന് അമേനെ കിട്ടും. നീയോ? ലാവണ്യ മിസ്സിന് അമേനെ കിട്ടും. ലാവണ്യ മിസ്സിന് അമേനെ കിട്ടും ഉറപ്പ്. ഐ എം ഡാം ഷുവർ. നമുക്ക് നോക്കാം. ചോക്ലേറ്റ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ്. അമ ഈസ് നോട്ട് എ ചോക്ലേറ്റ് ലവർ ഗൈസ്. അവൻ ഇതെടുത്ത് ചോക്ലേറ്റ് തന്നാ ഇതെടുത്തോ നീ. ആ പ്രതീക്ഷയും പോയി. അറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല. അമ്മേനെ മാത്രം വിളിച്ചില്ല. അമ്മയ്ക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയില്ല. അമയ ഇതെങ്കിലും അമയ അൺബോക്സ് ചെയ്യാണ്. ഞനക്കറിയില്ലായിരുന്നു. വിസ്മയ കപ്പ വാങ്ങിച്ചേ. കപ്പും ബാക്കി എന്തോ പറഞ്ഞ വാങ്ങിച്ചേ. ഇത് അനുവിന്റെ ഗിഫ്റ്റ്. അമയ ലക്കി. അമയ പഠിക്കാൻ സമയമായി. കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗൈസ്. കപ്പ്. കഴിഞ്ഞ വർഷം എനിക്ക് കപ്പ്, ഈ വർഷം എനിക്ക് കപ്പ്. എൻ്റെത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഊഹിച്ച സാധനങ്ങളാണ് ഇതാണ് എനിക്ക് കിട്ടിയ സാധനം. ഈ സാധനം നമ്മൾ ഷോപ്പിക്സിൽ കണ്ടു. ഞാൻ വാങ്ങിച്ചിട്ടാ. ബട്ട് അല്ലേ ക്യൂട്ട്. ഒരാമ. ഇത് തോടായിട്ട് വെക്കാൻ പറ്റുമോ? ഇതൊരാമ. ഇത് ആമേനെ നമ്മളൊരു ന്യൂ ഇയർ സെൽഫി പോലും എടുത്തില്ല.